ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തൊണ്ടി മുതൽ മാറ്റിയ കേസിൽ ആന്റണി രാജു കുറ്റക്കാരൻ എന്ന് നിർണായക വിധി വന്നിരിക്കുകയാണ്. ആന്റണി രാജു അഭിഭാഷകനായിരിക്കെ നടന്ന കേസാണ്. 19 വർഷം മുൻപ് കുറ്റപത്രം സമർപ്പിച്ച കേസിൽ 19 വർഷത്തിന് ശേഷം ഇപ്പോൾ വിധി വരുമ്പോൾ ആന്റണി രാജു കുറ്റക്കാരൻ എന്ന വിധിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മയക്കുമരുന്ന് കേസിലെ പ്രതിയായിരുന്ന വിദേശിയെ രക്ഷപ്പെടുത്താൻ ഈ തൊണ്ടി മുതൽ കൃത്രിമം കാണിച്ചു എന്നായിരുന്നു കേസ്. 2 പ്രതികളാണ് കേസിൽ ഉണ്ടായിരുന്നത്. എന്തായാലും ആന്റണി രാജു നിലവിൽ ഇടതുപക്ഷത്തിന്റെ MLA ആയ ആന്റണി രാജു കേസിൽ ഇപ്പോൾ കുറ്റക്കാരനാണ്. പ്രതിയായിരുന്ന ആന്റണി രാജു കുറ്റക്കാരനാണ് എന്ന് വിധി വന്നിരിക്കുന്നു. മയക്കുമരുന്ന് കേസിലെ പ്രതിയെ രക്ഷപ്പെടുത്താൻ അന്ന് അഭിഭാഷകനായിരുന്ന ആന്റണി രാജു തൊണ്ടി മുതലിൽ കൃത്രിമം നടത്തി എന്നാണ് കേസ്. നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പറഞ്ഞത്. കേസിൽ കോടതി ജീവനക്കാരനായിരുന്ന ജോസ് ആയിരുന്നു 1ാം പ്രതി. അത് സംബന്ധിച്ച വിശദാംശങ്ങളും ഇപ്പോൾ വരുന്നുണ്ട്. എന്തായാലും ആന്റണി രാജു കുറ്റക്കാരൻ എന്ന് കോടതി വിധിച്ചിരിക്കുന്നു. കുറ്റപത്രം സമർപ്പിച്ച് 19 വർഷങ്ങൾക്ക് ശേഷമാണ് വിധി പറയുന്നത് എന്നതാണ് ഈ കേസിന്റെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. 1994 രജിസ്റ്റർ ചെയ്ത കേസായിരുന്നു. 13 വർഷം കഴിഞ്ഞാണ് അന്ന് കുറ്റപത്രം സമർപ്പിച്ചത്. അങ്ങനെ അത് പരിശോധിക്കുമ്പോൾ ഏകദേശം 30 വർഷത്തിന് മുകളിൽ ഉള്ള ഒരു കേസാണ് എന്നത് കൂടി മനസ്സിലാക്കണം. 33 വർഷങ്ങളോളം നിൽക്കുന്ന ഒരു കേസാണ്. 1994 ആന്റണി രാജു. ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് സുജിചന്ദ്രൻ ചേരുകയാണ്. സുജിചന്ദ്രൻ, എന്തായാലും 33 വർഷങ്ങൾക്ക് ശേഷം ഒരു കേസ് ഉണ്ടാകുന്നു. അതിനുശേഷം ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആന്റണി രാജു കുറ്റക്കാരനെന്ന ഒരു വിധി വരും. അതെ, അങ്ങനെ തന്നെയാണ്. 1990 ഏപ്രിൽ 4 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച് 2 പാക്കറ്റ് ലഹരി മരുന്നുമായി എത്തിയ ഒരു ഓസ്ട്രേലിയൻ പൗരനെ സംബന്ധിച്ച കേസാണിത്. ആ തൊണ്ടി മുതലായ അടിവസ്ത്രം പിന്നീട് കോടതിയിൽ ഹാജരാക്കുന്ന സമയത്ത് അത് വെട്ടിച്ചെറുതാക്കി ഇയാൾക്കിടാൻ പാകമല്ല എന്ന തരത്തിൽ ആണ് ഈ വിദേശിക്ക് ഇടാൻ പാകമല്ല എന്ന തരത്തിലായിരുന്നു അവതരിപ്പിച്ചത്. അന്ന് ആ കേസിലെ അഭിഭാഷകനായിരുന്നു ആന്റണി രാജു. ആ കേസിലാണ് ഇപ്പോൾ ശിക്ഷാവിധി വന്നിരിക്കുന്നത്. പ്രതികൾ കുറ്റക്കാരൻ, ശിക്ഷ പിന്നീട് പറയും. റോൾ കോളിന് ശേഷം ഇന്ന് തന്നെ ശിക്ഷ വിധിക്കും എന്നാണ് പറയുന്നത്. IPC 34 പൊതുവായ ഉദ്ദേശത്തോടെ ഒത്തുചേർന്നുള്ള കുറ്റകൃത്യം എന്ന കുറ്റം ചുമത്തിയിരുന്നു ആന്റണി രാജുവിനെതിരെ. സർക്കാർ ഉദ്യോഗസ്ഥന്റെ വിശ്വാസവഞ്ചന 10 വർഷം മുതൽ ജീവപര്യന്തം വരെ ശിക്ഷ കിട്ടാവുന്ന കേസാണിത്. ഗൂഢാലോചന 120B, വഞ്ചന 420, തെളിവ് നശിപ്പിക്കൽ 201, കള്ളത്തെളിവുണ്ടാക്കൽ 193, 217 പൊതുസേവകന്റെ നിയമലംഘനം, വ്യാജരേഖ ചമക്കൽ എന്നീ കുറ്റങ്ങളാണ് അദ്ദേഹത്തിനെതിരെ ചുമത്തിയിരുന്നത്. ഏതായാലും 10 വർഷത്തിലേറെ നീണ്ടുനിന്ന ഒരു വലിയ വിചാരണയാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. കേസിൽ 29 സാക്ഷികളുണ്ടെങ്കിലും 19 പേരെ മാത്രമായിരുന്നു വിസ്തരിച്ചിരുന്നത്. 13 വർഷം കഴിഞ്ഞാണ് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചത് എന്നടക്കം ഒട്ടനവധി പ്രത്യേകതകളുള്ള ഒരു കേസാണിത്. 30-ലധികം തവണ കേസ് മാറ്റിവെച്ചതും ഓരോ തവണ മാറ്റിവെക്കുമ്പോൾ വാർത്തയായതും അതിനകത്ത് ഭരണപരമായ ഇടപെടലുകളും മറ്റും ഉണ്ടായിരുന്ന ആരോപണവും ഒക്കെ ഈ കാലത്തിൽ ഈ വിചാരണ കാലയളവിൽ വാർത്തയായിരുന്നു. പ്രതിയെ ഹൈക്കോടതി വിട്ടയക്കാൻ വേണ്ടി നേരത്തെ പറഞ്ഞതുപോലെ തൊണ്ടിയിലെ അളവ് വ്യത്യാസം, അതായത് ഈ അടിവസ്ത്രത്തിലെ അളവ് വ്യത്യാസമാണ് നിർണായകമായത്. ഇപ്പോൾ VS ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. VS വളരെ ഒരുപക്ഷെ കേരളത്തിന്റെ ഈ നിയമവ്യവസ്ഥയിൽ തന്നെ വളരെ രസകരമായി നമ്മൾ ചർച്ച ചെയ്ത ഒരു കേസാണ്. ഇത്തരത്തിൽ 1990 നടന്ന ഒരു സംഭവം, അതിനുശേഷം 94 രജിസ്റ്റർ ചെയ്ത ഒരു കേസ്, അതിനുശേഷം 13 വർഷത്തിന് ശേഷം കുറ്റപത്രം സമർപ്പിക്കുന്നു. ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ച് 19 വർഷത്തിന് ശേഷം അതിൽ വിധി വരുന്നു. അതിൽ മുൻ മന്ത്രിയായിരുന്ന ഇപ്പോൾ MLA ആയിരുന്ന ഒരാൾ കുറ്റക്കാരനാണ് എന്ന് വിധി വരുന്നു. തീർച്ചയായും ഈ തൊണ്ടി മുതൽ ഫാബ്രിക്കേഷൻ നടത്തിയ കേസിൽ ആന്റണി രാജു MLA കുറ്റക്കാരനാണെന്ന് നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. ഇതിൽ 120B, 201, 193, 409, 34 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തി. 1, 2 പ്രതികൾ, അതായത് കോടതി ജീവനക്കാരനായിരുന്ന ജോസും 2ാം പ്രതി അഭിഭാഷകനായിരുന്ന മന്ത്രിയായിരുന്ന ആന്റണി രാജുവും, ഇവർ 2 പേരും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ശിക്ഷാവിധി ഇന്നുണ്ടാകും, റോൾ കോളിന് ശേഷം ഉണ്ടാകുമെന്നാണ് കോടതി ആദ്യം പറഞ്ഞതെങ്കിൽ, എന്നാൽ ഈ പറയുന്ന വകുപ്പ്, അതായത് 409-ാം വകുപ്പ് എന്ന് പറയുമ്പോൾ 10 വർഷം മുതൽ ജീവപര്യന്തം തടവ് വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമുള്ള വകുപ്പാണ്. ആ വകുപ്പിലാണ് ജോസ് ഉൾപ്പെടെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത്. അപ്പോൾ ഈ ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കാനുള്ള അധികാരം മജിസ്ട്രേറ്റ് കോടതിക്കില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജോസിന്റെ അഭിഭാഷകൻ മൻമോഹൻ കോടതിയിൽ മറ്റൊരു ആപ്ലിക്കേഷൻ ഹർജി ഇന്ന് ഫയൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പക്ഷേ ഇന്ന്
ഇന്ന് കേസിലെ ശിക്ഷാവിധി ഉണ്ടാകില്ല. ഏതായിരുന്നാലും ഈ പറയുന്ന തൊണ്ടിമുതൽ കേസിൽ മന്ത്രിയായിരുന്ന ആന്റണി രാജുവും കോടതി ജീവനക്കാരനായ ജോസും പ്രതികളാണെന്ന് ഇപ്പോൾ കോടതി സാക്ഷിമൊഴികളുടെയും മറ്റ് തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ കണ്ടെത്തിയിരിക്കുന്നു. രുചീഷ്, ഇത് പരിശോധിക്കുമ്പോൾ തന്നെ ഈ കൃത്രിമം കാണിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ അർത്ഥത്തിൽ ചർച്ച ചെയ്യുന്നത് സാധാരണ ഇതിൽ ഒരു മയക്കുമരുന്ന് കൊണ്ടുവരാൻ ഒരാൾ അദ്ദേഹത്തിന്റെ അടിവസ്ത്രത്തിൽ ഉപയോഗിച്ചാണ് മയക്കുമരുന്ന് ഇത്തരത്തിൽ കൊണ്ടുവന്നത്. അതിനുശേഷം ജയിലിൽ വച്ചുള്ള ഒരു സംഭാഷണത്തിലാണ് ഈ കേസിന്റെ ചുരുളഴിയുന്നത്. സാധാരണഗതിയിൽ നമ്മൾ തെളിവുകളാണ് ഈ എല്ലാ കേസുകളും തെളിയിക്കാൻ ഏറ്റവും പ്രധാനമായി തെളിവുകൾ കണ്ടെത്തുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. പക്ഷേ ഇത് ഇത്ര വർഷം കഴിഞ്ഞും ഈ രീതിയിൽ അന്വേഷണം പോയത്, ഈ രീതിയിൽ വിചാരണയിലേക്ക് എത്തിയത്, ആ അന്വേഷണ കാലഘട്ടം എങ്ങനെയായിരുന്നു? ജുഡീഷ്യൽ വളരെ രസകരമായ ഒരു കേസായി നമുക്കിതിനെ കാണാം. അതായത് 1990 ഏപ്രിൽ 4-ാം തീയതിയാണ് ഓസ്ട്രേലിയൻ പൗരനായിട്ടുള്ള ആൻഡ്രൂ സാൽവദോർ സാൽവി എന്ന് പറയുന്ന വ്യക്തി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അദ്ദേഹത്തിന്റെ അടിവസ്ത്രത്തിൽ 60 ഗ്രാം ആഷിഷ് മായി പിടിയിലാകുന്നത്. ഇത് വലിയ വിവാദമാവുകയും അന്ന് തിരുവനന്തപുരം കോടതിയിൽ, അഞ്ചൂർ കോടതിയിൽ കേസ് നടത്തുകയും ഒക്കെ ചെയ്തു. അന്ന് നിലവിലെ MLA-യും മന്ത്രിയുമായിരുന്ന ആന്റണി രാജുവും അദ്ദേഹത്തിന്റെ സീനിയറായ അഭിഭാഷകയുമായിരുന്നു ഈ കേസ് നടത്തിയിരുന്നത്. അങ്ങനെ ആ കേസ് നടത്തിയെങ്കിലും കേസ് തോറ്റും. ഈ ആൻഡ്രൂ സാൽവദോർ ശിക്ഷിക്കപ്പെട്ടു. അങ്ങനെ ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്നതിനിടയിൽ 1991 വീണ്ടും ഈ കേസിൽ പുനഃപരിശോധന ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പറയുന്ന ഓസ്ട്രേലിയൻ പൗരൻ ഹൈക്കോടതിയിൽ പോവുകയും അവിടെ ഈ കേസിന്റെ വാദം നടക്കുകയും ഒടുവിൽ പ്രതിയെ വെറുതെ വിടുകയും ചെയ്തു. എന്തുകൊണ്ട് വെറുതെ വിട്ടു എന്ന് ചോദിച്ചാൽ, തൊണ്ടി മുതലായി ഹാജരാക്കിയിരുന്ന ഈ പറയുന്ന മയക്കുമരുന്ന് കടത്തിക്കൊണ്ടുവന്ന ഈ അടിവസ്ത്രം അത് ഇയാൾക്ക് പ്രതിക്ക് പാകമാകുന്നത് അല്ലായിരുന്നു. അതായത് അതിന്റെ ചെറിയൊരളവിൽ, അതായത് അതിന്റെ അളവ് വ്യത്യാസമായ ഒരു അടിവസ്ത്രമാണ് കോടതിയിലേക്ക് വരുന്നത്. അങ്ങനെ ആ കേസിൽ അയാൾ വെറുതെ വിടുന്നു. ഏതായാലും അതിനുശേഷം ഇയാൾ വീണ്ടും ഓസ്ട്രേലിയയിലേക്ക് പോവുകയും അവിടെ വെച്ച് ഒരു കേസിൽ പിടിയിലായി അവിടെ ജയിലിൽ കിടക്കുമ്പോഴാണ് താൻ ഇങ്ങനെ ഒരു നാട്ടിൽ ഇങ്ങനെ ഒരു കേസ്, അല്ലെങ്കിൽ കേരളത്തിൽ ഇങ്ങനെ ഒരു കേസിൽ പെട്ടു എന്നും അവിടെ അഭിഭാഷകൻ ഉൾപ്പെടെയുള്ളവർ ഇടപെട്ട് തൻ്റെ ഈ പറയുന്ന അടിവസ്ത്രത്തിന്റെ അളവ് കുറച്ച് താൻ രക്ഷപ്പെട്ട ഒരു കഥ, ഒരു വീര കഥയായി തന്നെ ഇയാൾ ഈ സഹതടവുകാരോട് പറയുന്നു. ഈ സഹതടവുകാർ ഇക്കാര്യം ഓസ്ട്രേലിയൻ പോലീസിനോട് പറയുകയും ഓസ്ട്രേലിയൻ പോലീസ് ഇന്റർപോളിനെ ബന്ധപ്പെടുകയും ഇന്ത്യയിലെ ഇന്റർപോളിംഗ് ഏജൻസിയായ CBIയോട് ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു. അങ്ങനെയാണ് CBI ആണ് ഹൈക്കോടതിയെയും കേരള പോലീസിനെയും ഇക്കാര്യം ഇന്റിമേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഹൈക്കോടതി വീണ്ടും ഈ കേസിന്റെ അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്യുന്നു. അങ്ങനെ വളരെ നാളുകളുടെ അന്വേഷണങ്ങൾക്കൊടുവിൽ ഏകദേശം 2006 കേസിന്റെ കുറ്റപത്രം സമർപ്പിക്കുന്നു. അന്ന് വക്കംപ്രഭയായിരുന്നു AC കന്റോൺമെന്റ് AC ആയിരുന്നു വക്കംപ്രഭ ഈ കേസിന്റെ കുറ്റപത്രമൊക്കെ സമർപ്പിക്കുന്നത്. പക്ഷേ പിന്നീട് പല ഘട്ടങ്ങളിൽ ഇതിന്റെ വിചാരണ നടപടികൾ നീളുന്നുണ്ട്. 29 സാക്ഷികളിൽ 19 സാക്ഷികളെ മാത്രമാണ് വിസ്തരിച്ചിട്ടുള്ളത്. മാത്രമല്ല ഇതിന്റെ വിടുതൽ ഹർജിയുമായി ആന്റണി രാജുവും ഹൈക്കോടതിയെ സമീപിച്ചും ആദ്യഘട്ടത്തിൽ ആശ്വാസം ലഭിക്കുന്നു. പക്ഷേ സുപ്രീം കോടതിയിൽ ഏറ്റവും ഒടുവിൽ ഈ കേസ് 1 വർഷത്തിനുള്ളിൽ ഇതിന്റെ വിചാരണ പൂർത്തിയാക്കണം എന്ന കർശന നിലപാട് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ഏതായിരുന്നാലും നെടുമങ്ങാട് കോടതിയിൽ അതിന്റെ വിചാരണ നടപടികൾ കഴിഞ്ഞ കുറേ നാളുകളായി നടക്കുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കാനൊക്കെ ആന്റണി രാജു കോടതിയിൽ എത്തിയിരുന്നു. ഏതാണ്ട് ഇന്നിപ്പോൾ എത്തുകയും ഈ കേസിൽ ആന്റണി രാജു കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു. ശിക്ഷാവിധി 2 വർഷത്തിന് മുകളിലാണെങ്കിൽ ആന്റണി രാജുവിന് MLA സ്ഥാനം നഷ്ടപ്പെടും എന്നുള്ളതാണ് ഈ കേസിലെ ഏറ്റവും രാഷ്ട്രീയ പ്രാധാന്യം. അതാണ് നമുക്ക് വിലയിരുത്താം. PSN എന്തായാലും 1-ാം പ്രതിയായിരുന്ന ജോസ് കൂടി കുറ്റക്കാരൻ എന്ന് കോടതി വിധിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സാധാരണഗതിയിൽ നമ്മൾ പറയും ഈ അഭിഭാഷകർക്ക് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികളൊക്കെ സാധാരണഗതിയിൽ അഭിഭാഷകർക്ക് മനസ്സിലാക്കേണ്ടതാണ്. നിയമപരമായി അവർ അത്രയും വർഷക്കാലമുള്ള എക്സ്പീരിയൻസുമായി നിൽക്കുന്നതാണ്. ഇവിടെ ഒരു അഭിഭാഷകൻ തന്നെ ഇത്തരത്തിൽ ഒരു സാധാരണ തെളിവ് ഉണ്ടാക്കുക എന്നത് കൂടി ഈ അഭിഭാഷകർ സാധാരണ ചെയ്തു പോകുന്നതാണ്. അത് നമ്മൾക്ക് അറിയാവുന്നതുമാണ്. അത്തരത്തിൽ ഒരു കൃത്രിമം നടത്തിയ ഒരു സംഭവത്തിൽ ഒരു അഭിഭാഷകൻ തന്നെ പ്രതിയായി മാറുന്നു. അതിനുശേഷം ഇപ്പോൾ കുറ്റക്കാരൻ മാറുന്നു എന്നതാണ് ഈ കേസിന്റെ ഒരു നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് വിചിത്രമായി തോന്നുന്നത്. തീർച്ചയായും ഈ തൊണ്ടി മുതലുകൾ ഇങ്ങനെ ഫാബ്രിക്കേറ്റ് ചെയ്തു എന്നുള്ള ആരോപണങ്ങളൊക്കെ പണ്ട് പല കേസുകളിലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഈ നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡിനൊക്കെ എന്തൊക്കെ സംഭവിച്ചു. അപ്പോൾ കോടതിയിൽ ചില നടപടിക്രമങ്ങൾ കൂടെ ഇങ്ങനെ സംശയത്തിലേക്ക് കൊണ്ടുവരാൻ പല ഘട്ടങ്ങളിൽ ഇത്തരം കേസുകൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇന്നിപ്പോൾ 420, 217, 468 IPCകൾ ഈ കേസിൽ അല്ലെങ്കിൽ അതിൽ ശിക്ഷക്കാരാണെന്ന് കണ്ടെത്താൻ വേണ്ടി കോടതി കഴിഞ്ഞിട്ടില്ല. അത് കുറ്റക്കാരായി വകുപ്പുകൾ അവർക്ക് ഒഴിവാക്കിയിട്ടുണ്ട്. പകരം 120B, 201, 193, 409, 34 എന്നീ വകുപ്പുകൾ പ്രകാരം 1-ാം പ്രതി ജോസും 2-ാം പ്രതി ആന്റണി രാജുവും കുറ്റക്കാരനാണെന്നാണ് തിരുവനന്തപുരം നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ശിക്ഷാവിധി ഉടനുണ്ടാകുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ
ഈ ഇത് ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കേസിൻ്റെ വിധി ഇവിടെ ഈ മജിസ്ട്രേറ്റ് കോടതിയിൽ പാടില്ല എന്ന ഒരു ഹർജി ഇന്നിപ്പോൾ ഈ ഒന്നാം പ്രതി ജോസിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ അതുകൊണ്ട് ഇന്നിപ്പോൾ വിധി ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നില്ല. PSNU നമുക്ക് അറിയാം, ഈ സർക്കാരിന്റെ കാലത്ത് ആദ്യഘട്ടത്തിൽ ഗതാഗത മന്ത്രി ആയിരുന്ന ഒരാളാണ്. എന്തായാലും ഒരു മന്ത്രി ആയിരുന്ന ഒരാൾ, ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ MLA ആയിരുന്ന ആൾ, ഈ കാലത്ത് ഉണ്ടായ കേസ് അല്ലെങ്കിൽ കൂടി അങ്ങനെ ഒരാൾ ഈ തരത്തിൽ ഒരു ചർച്ചയാകുന്നത് ഇടതുപക്ഷത്തിനാകെ തന്നെ അത് ആ അർത്ഥത്തിൽ ഒരു വലിയ രാഷ്ട്രീയ ചർച്ചയായും മാറുന്നുണ്ട്. ഈ ആന്റണി രാജുവിന്റെ ഭാഗത്തു നിന്നൊക്കെ ഇതിനിടയിൽ ഏതെങ്കിലും തരത്തിൽ പ്രതികരണങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു? ആന്റണി രാജു ഈ കേസെടുക്കുന്നതിന് തൊട്ട് മുമ്പാണ് മറ്റൊരു ഗേറ്റിൽ കൂടെ ആ കോടതിക്ക് ഉള്ളിലേക്ക് എത്തിയത്. അദ്ദേഹം കോടതിയിൽ തന്നെ ഇപ്പോഴും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഏതായിരുന്നാലും നമുക്ക് തേടേണ്ടതുണ്ട്. രജൂഷ് പറഞ്ഞതുപോലെ തന്നെ ഇടതുമുന്നണിക്ക് ഒരു പരിധി വരെ നമുക്ക് വേണമെങ്കിൽ പറയാം അങ്ങനെ ഒരു നാണക്കേട് തന്നെയാണ്. പ്രത്യേകിച്ച് അതിനൊക്കെ അപ്പുറത്തേക്ക് ശിക്ഷ വിധിച്ച 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷ വിധിച്ച് ആൾ സ്വാഭാവികമായും അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കേണ്ടി വരും. അത് ഒരു വലിയ രാഷ്ട്രീയ പ്രതിസന്ധി LDFനും ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള മറ്റു പ്രശ്നങ്ങൾ. പക്ഷേ ഈ ജനങ്ങൾക്കിടയിലേക്ക് വോട്ട് ചോദിച്ചു പോകുമ്പോൾ മാത്രമല്ല തിരുവനന്തപുരം പോലെ ഒരു സീറ്റ് ആന്റണി രാജു കഴിഞ്ഞ തവണ വലിയ വിജയമാണ് അവിടെ നേടിയത്. അപ്പോൾ അതിന് ഒരു സാധ്യത വീണ്ടും കുറയും എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇടതുമുന്നണിയെയും CPIMനെയും സർക്കാരിനെയും ഒക്കെ പ്രതിസന്ധിയിൽ ആക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം ആന്റണി രാജുവിൻ്റെ പ്രതികരണം കൂടെ നമുക്ക് തേടേണ്ടതുണ്ട്. അല്പസമയത്തിനകം അതേ പ്രതികരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. സ്വാഭാവികമായും ഈ തൊണ്ടിമുതൽ അതിൽ കൃത്രിമത്വം നടത്തിയ കേസിൽ ആന്റണി രാജുവും ഒന്നാം പ്രതി ജോസും, അത് കോടതി ജീവനക്കാരായ ജോസും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ശിക്ഷാവിധി ഇന്നുണ്ടാകും, നേരത്തെ പറഞ്ഞതുപോലെ ഇന്നുണ്ടാകുമെന്നാണ് കോടതി കേസ് പരിഗണിച്ചപ്പോൾ പറഞ്ഞത്. പക്ഷേ ഈ ജീവപര്യന്തം തടവ് വരെ ശിക്ഷ കിട്ടാവുന്ന കേസുകളുടെ വിധി പ്രസ്താവം നടത്താൻ ഈ കോടതിക്ക് അധികാരമില്ല എന്ന് കാണിച്ചുകൊണ്ട് ഒന്നാം പ്രതി ജോസിന്റെ അഭിഭാഷകൻ കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. അത് പരിഗണിച്ചാൽ ഒരുപക്ഷെ വിധി ഇന്നുണ്ടാകില്ല. മറ്റൊരു ദിവസത്തേക്ക് വിധി മാറ്റിവെക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു കോടതിയിലേക്ക് ഈ വിധി പ്രസ്താവം മാറ്റിവെക്കുകയോ ചെയ്യും. PSNU ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു അഭിഭാഷകൻ ആയതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ കുറ്റപത്രം റദ്ദാക്കാനുള്ള ഒരു ശ്രമമൊക്കെ ആയി സുപ്രീം കോടതി വരെ പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. അതേ സുപ്രീം കോടതിയിൽ നിന്നുള്ള ഒരു ഉത്തരവാണ് ഇത്ര പെട്ടെന്ന് 1 വർഷത്തിനുള്ളിൽ തന്നെ ഈ വിചാരണ പൂർത്തീകരിക്കണം എന്ന നിർദ്ദേശം വന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിധിയും വരുന്നത്. തീർച്ചയായും ആന്റണി രാജു നോക്കൂ, 3 പതിറ്റാണ്ടിലധികമായി നടക്കുന്ന ഒരു കേസാണ്. അപ്പോൾ അത്രയും വർഷത്തെ നിയമ പോരാട്ടം, ഇതിനിടയിൽ കേസ് കോഷ് ചെയ്യാനുള്ള നീക്കം അല്ലെങ്കിൽ കേസ് കുറ്റപത്രം FIR റദ്ദ് ചെയ്യാനുള്ള നീക്കങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് സുപ്രീം കോടതി കഴിഞ്ഞ വർഷം വളരെ കൃത്യമായി ഈ കേസിൽ വിചാരണ നടപടികൾ നടത്തണമെന്നും വിചാരണ നടപടികൾ പൂർത്തിയാക്കണമെന്നും കൃത്യമായി പറഞ്ഞ് കോടതി ഉത്തരവായിരുന്നു. അപ്പോൾ ആ സുപ്രീം കോടതിയുടെ ഒരു ഇടപെടൽ തന്നെയാണ് ഈ കേസ് ഇത്രയും വേഗത്തിലെന്നല്ല ഞാൻ പറയുന്നത്, ഈ ഒരു സമയത്തിലെങ്കിലും തീരാൻ വേണ്ടിയും ഇടയാക്കിയത്. ഏതായാലും കോടതിയുടെ ഇടപെടലിന് ശേഷം 1 വർഷത്തിനുള്ളിൽ തന്നെ വിചാരണ നടപടികളെല്ലാം പൂർത്തിയാക്കി ഇപ്പോൾ കേസ് പ്രതികൾ കുറ്റക്കാരാണെന്ന് ഇപ്പോൾ നെടുമങ്ങാട് കോടതി ഇപ്പോൾ ഉത്തരവ് ഇട്ടിരിക്കുന്നു. PSNU എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ 2 വർഷത്തിന് മുകളിലേക്കാണ് ശിക്ഷയെങ്കിൽ സ്വാഭാവികമായി അദ്ദേഹം രാജിവയ്ക്കേണ്ടി വരും. പക്ഷേ അങ്ങനെ അല്ല എങ്കിൽ കൂടി ധാർമ്മികമായി തന്നെ രാജിവയ്ക്കണം എന്നൊരു ആവശ്യം ഉയർന്നു വരികയല്ലേ ചെയ്യുക? സ്വാഭാവികമായും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ സ്ഥിതിക്ക് അദ്ദേഹത്തിൻ്റെ രാജി പ്രതിപക്ഷത്തിനൊക്കെ ആവശ്യപ്പെടാം, സ്വാഭാവികമായും. പക്ഷേ ഇപ്പോൾ ഈ വിധി ഒരു പക്ഷേ ഇന്ന് അല്ലെങ്കിൽ ഉണ്ടായില്ല എങ്കിൽ ആ ഒരു നൂലാമാലയിൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് നിൽക്കാനും സാധിക്കും. ഏതായാലും അത്തരം കാര്യങ്ങൾക്ക് വിധി കൂടെ വന്നതിന് ശേഷം സ്വാഭാവികമായി പ്രതിപക്ഷം അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം MLA ആയിരിക്കുന്ന ഒരാൾ ഈ പറയുന്ന ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റത്തിലെ പ്രതിയായ സ്ഥിതിക്ക് സ്വാഭാവികമായി അദ്ദേഹത്തിന്റെ രാജിയും ആവശ്യപ്പെടും പ്രതിപക്ഷം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അത് ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചും വലിയൊരു തിരിച്ചടിയും പ്രതിസന്ധിയിലേക്കും അവരെ എത്തിക്കുകയും ചെയ്യും.